ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു. ഹലോ എവരി വൺ, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിൻ യാത്ര നടത്തുകയാണ്. അപ്പോൾ ഞാനിന്ന് എറണാകുളം ടൗണിൽ നിന്ന് തൃശ്ശൂർ സെൻട്രലിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയും ഉണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ ഒരു 10 മണിക്കാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഈ കടയിൽ നിന്നൊരു ചായ മേടിച്ച് കുടിച്ചു. അതുപോലെ ഒരു ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ വെള്ളം, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ട്രെയിൻ കാത്തിട്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം 1 ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു ശനിയാഴ്ചയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഇവിടെ വന്നിട്ടാണ് എടുത്തത്, ഓൺലൈനിലൊന്നും അല്ല എടുത്തത്. എപ്പോഴും ട്രെയിൻ യാത്ര ഒന്നും ചെയ്യാറില്ല ഞങ്ങൾ, അതുകൊണ്ട് അങ്ങനെ ഓൺലൈൻ എടുക്കാനും ഇല്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് എടുത്തത്. ഇപ്പോൾ പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. കുറേ ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ട്രെയിനിൽ കയറ്റി വിടാനാണെന്ന് തോന്നുന്നു, ഗുഡ്സ് ട്രെയിൻ ആയിരിക്കും മേ ബി. അപ്പോൾ അപ്പുറത്തൊരു ചേട്ടൻ്റെ ഒരു ഓട്ടോറിക്ഷ ചെയിൻ വെച്ചിട്ട് ചവിട്ടി പോകുന്നുണ്ട്. ഓട്ടോറിക്ഷ അല്ല, സൈക്കിളാണ്. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ തുണികളാണെന്ന് തോന്നി, ഞാൻ കണ്ടാണ്. വേസ്റ്റ് തുണിയാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഈ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്, ലിനൻ റൂം. എന്തോ തുണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇന്നത്തെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ഇവിടുത്തെ കൗണ്ടറിൽ നിന്നാണ് എടുത്തത്. ഇത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഗൈസ്, ഇത് മനസ്സിലാവാറുണ്ടോ? ഏത് ട്രെയിൻ നമ്പറാണ്, ഏത് പ്ലാറ്റ്ഫോമാണ്, ഒന്നും മനസ്സിലാവുള്ള അതൊന്നും നോക്കിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊന്നും എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. സ്ഥിരം പോകുന്ന ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് പുതിയൊരാൾ ഇവിടെ വന്നിട്ട് ഈ ട്രെയിനൊക്കെ പിടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സീനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മളിത് പയ്യെ ബാഗും സാധനങ്ങളും എടുത്തിട്ട് കയറാൻ പോവാണ്. എൻ്റെ പൊന്നു ഗൈസ്, ഇന്ത്യൻ റെയിൽവേ എഴുതിത്തള്ളണല്ല, എന്നാലും ഈ ട്രെയിൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരു മണം അടിച്ച്. എൻ്റെ പൊന്നോ, അവിടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. അമ്മാതിരി മണം. അത് ഈ ടോയ്ലറ്റിൽ നിന്നാണ് ഇവരുടെ. ഒന്നും മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ആരും വെള്ളം ഒഴിക്കാറ് പോലും ഇല്ല. നമ്മളുടെ ഭാഗത്തുകൊണ്ട് കുറേ തെറ്റ്. അതുപോലെ ഇവരിത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാറുമില്ല. ഇതെല്ലാവരും പറയുന്നതാണ്, എന്നാലും ഇത് എക്സ്ട്രീമായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് നമ്മൾ ഇതൊന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. എല്ലാവരും അവിടെ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ ഈ ഡോറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രെയിൻ പയ്യെ എടുക്കാൻ പോവാണ്. അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് നോക്കിയപ്പോൾ വേറൊരു ട്രെയിൻ പയ്യെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പയ്യെ ഓടിത്തുടങ്ങി. അപ്പോൾ ഇനി പയ്യെ തൃശ്ശൂർ എത്തണ വരെ ഇങ്ങനെ ഇരുന്നൊക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ്. എനിക്ക് ട്രെയിനിൽ അങ്ങനെ അധികം ഈ ചെറിയ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ഡോറിൻ്റെ അടുത്ത് നിന്ന് ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ 2 സൈഡിലും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പയ്യെ ഓടിത്തുടങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകൾ അത്ര ഭംഗിയുള്ളതൊന്നുമല്ല. 2 സൈഡിലും മാലിന്യങ്ങളാണ് നിറച്ച്, പ്ലാസ്റ്റിക്കും പേപ്പറും അങ്ങനെയുള്ള. ട്രാക്കിൽ പോലും കുപ്പികളും സാധനങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ കുറേ പട്ടികളെ കണ്ടു ട്രാക്കിൽ, പാവം പട്ടികൾ. അതുപോലെ ട്രാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരുത്തൻ. ഇവനൊക്കെ മാറിയാൽ മതിയായിരുന്നു ട്രാക്കൊക്കെ വരുമ്പോൾ, അല്ല ട്രെയിനൊക്കെ വരുമ്പോൾ. പിന്നെയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതൊന്നും ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ആൾക്കാർ പിന്നെയും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് പയ്യെ ടൗണിൽ നിന്ന് കളമശ്ശേരി, അതായത് എടപ്പള്ളി, കളമശ്ശേരി, ആലുവ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ കെട്ടുകടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓടിട്ട പഴയ വീടുകൾ. ഇതിലൊക്കെ ആരെങ്കിലും താമസിക്കണമെന്ന് അറിയില്ല. കണ്ടിട്ട് അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. മഴക്കാലമായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഇത് ചേമ്പാണെന്ന് തോന്നുന്നു. ചേമ്പിൻ്റെ ഒരു കൂട്ടം തന്നെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്.
ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ട്രാക്കിലേക്ക് കൂടി 4 പിള്ളേർ നടന്നു വരുന്നുണ്ട്. ഇവർക്ക് ആ സൈഡിൽ കൂടി നടന്നു, ഈ ട്രാക്കിൽ കൂടി നടക്കണത് സേഫ് അല്ല എന്ന് അറിഞ്ഞുകൂടി ഇവർക്ക് അറിയാമായിരിക്കും. എന്നിട്ട് അവരിങ്ങനെ ഇതിൻ്റെ ട്രാക്കിൽ കൂടി ഒരു രസത്തിന് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് അങ്ങനെ സെറ്റായി പോകുന്നു. അപ്പോൾ ഞാൻ ഈ ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ നമ്മളെ ജർമ്മനിയിലെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ കൂടുതലും ട്രെയിനും ബസ്സൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് ഡെയിലി യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിൻ യാത്ര അവിടുത്തെ ഒരു ട്രെയിൻ യാത്രയുടെയും ഒരു സിറ്റുവേഷനും അവസ്ഥയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പോയി നമ്മൾ ഓരോന്ന് കാണുമ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൽ ഇപ്പോൾ ഒരു ലേസിൻ്റെ പാക്കറ്റ് മേടിച്ചാൽ പോലും ട്രെയിനിലിരുന്ന് ഇപ്പോൾ കഴിച്ചിട്ട് കളയാനായിട്ടൊരു വേസ്റ്റ് ബിൻ പോലും നമ്മുടെ ട്രെയിനിൽ ഇല്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഞാനൊന്നും കണ്ടില്ല. മറ്റുള്ള കമ്പാർട്ട്മെൻറ്റുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അധികം ഈ ഇന്ത്യൻ റെയിൽവേയിൽ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു വേസ്റ്റ് കളയാൻ പോലുള്ളൊരു സെറ്റപ്പ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇല്ല. അതേ സമയത്ത് ജർമ്മനിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ടൊരു കണ്ടീഷനാണ് ഇവിടത്തേക്കാളും. അവിടെയും ഉണ്ടാകും, കണ്ടിട്ടുണ്ട് ഞാൻ പല ട്രെയിനിലും മോശമായ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഭൂരിപക്ഷം സമയത്തും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോശമായിട്ട് പറയണതല്ല, നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. നമ്മുടെ ട്രെയിൻ ഓടി എടപ്പള്ളി സ്റ്റേഷൻ എത്തിയിട്ടാണ്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റോപ്പില്ല. ഞാനിപ്പോഴും ഡോറിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട. അവിടെ നിന്ന് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ട്രെയിനുകളിങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് പച്ചപ്പാണ്. 2 സൈഡിലും ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പാണ്. അതായത് മരങ്ങൾ, മാവ്, തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ പലതും കണ്ട് വാഴകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ട്രാക്കിൻ്റെ 2 സൈഡിലും പച്ചപ്പ് നിറഞ്ഞിരിക്കുകയാണ്. വാഴ, തെങ്ങ്, അതുപോലെ മാവ്, വലിയ വലിയ മരങ്ങൾ, പിന്നെ കുറേ കെട്ടിടങ്ങൾ, ടവറുകൾ. പിന്നെ ഈ ഒരു ബിൽഡിങ് ഞാൻ കണ്ടപ്പോൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. അതിനകത്ത് ഒരുപാട് ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. ബാൽക്കണിയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ടൊയോട്ടയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോറൂം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ HMT എത്തി, കളമശ്ശേരി. ഞാൻ ഈ ഡോറിൻ്റെ അവിടെ തന്നെ പോസ്റ്റാണ്ട്, വേറെ ആർക്കും സ്ഥലമൊന്നും വിട്ടുകൊടുത്തില്ല. പക്ഷേ ഇത് ഈ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ച്. അപ്പോഴേക്കും നമ്മൾ എയർപോർട്ടെത്തി. ഈ എയർപോർട്ട് കണ്ടപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഇനി 2 ആഴ്ചയും കൂടി ഉള്ളൂ തിരിച്ച് ജർമ്മനിക്ക് പോകാനായിട്ട്. ഇപ്പോൾ വെക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരുന്നു ഒന്ന് ബുദ്ധിമുട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകാനൊരു ബുദ്ധിമുട്ടുമില്ല. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിയാൽ എന്നാണ് ഇവിടെ പറയാറ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെ ഫുള്ളി പവേർഡായിട്ടുള്ള, അതായത് ഫുള്ളി സോളാർ പവേർഡായിട്ടുള്ള ഏക എയർപോർട്ട്. അതിന് ഇവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ അവിടെ വലിയ ഒരു ആർച്ചിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നീ ക്രഷ് എടുക്കട്ടെ, ക്രഷ് ചെയ്താ
അപ്പോൾ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ചെറിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ട്രെയിൻ ഓടി ഇത് ആലുവപ്പുഴയുടെ മേളിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായ നമ്മൾ ഇരിങ്ങാലക്കുട എത്തി. ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വണ്ടി സ്ലോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി ശക്തി കൂടി തുടങ്ങിയതുണ്ട് മഴയുടെ. അപ്പോൾ നമ്മുടെ ട്രെയിൻ പുതുക്കാട് സ്റ്റേഷൻ കഴിഞ്ഞ് ഇത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പാടശേഖരങ്ങളൊക്കെ കണ്ടുപിടിക്കി. രണ്ട് സൈഡിലും മഴ ഇങ്ങനെ കനത്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ യാത്ര ഇവിടെ വെച്ച് കഴിയാണ്. ഞങ്ങളത് തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ച് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. മഴയുണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ. ഞാനങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യാറില്ല. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കൂടുതലും കാറും ബസ്സൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. പക്ഷേ ഇത് വളരെ ഒരു സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം നമുക്ക്. ചൂസ്.